ക്രിസ്മസിന്റെ തലേ ദിവസമാണ് നമ്മൾ ക്രിസ്മസിനോട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യം ഹാപ്പി ക്രിസ്മസ് പറയാം. അതെ, എൻ്റെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്നാണ്. ഇന്ന് ക്രിസ്മസിൻ്റെ ഈവാണ്. ഈ രാത്രി പിറക്കുന്നത് ലോകത്തിൻ്റെ രക്ഷകനായ യേശുദേവൻ ഭൂജാതനായതിൻ്റെ മനോഹരമായ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ലോകരക്ഷകനായി ലോകത്തിലുള്ള സകലരുടെയും ദുഃഖങ്ങളും വേദനകളും പാപങ്ങളും ഏറ്റുവാങ്ങി മാനവരാശിക്ക് വേണ്ടി മുഴുവനുമായി മരക്കുരിശിൽ മുൾക്കിരീടം ചൂടി രക്താഭിഷിക്തനായി കുരിശേറപ്പെട്ട മനുഷ്യ വംശത്തിലെ ഏറ്റവും മഹാനായ പുത്രന് പ്രണാമങ്ങളും പൂജാപുഷ്പങ്ങളും അർപ്പിച്ച് നമുക്ക് വർത്തമാനം തുടങ്ങാം. പറഞ്ഞത് ബാക്കി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. അതെ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ബൈബിളിലെ പല കാര്യങ്ങളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഈ പള്ളിയിലെ അച്ഛന്മാരും അല്ലേ പുരോഹിതരും ഒക്കെ അവർക്ക് അനുഗ്രഹമൊക്കെ നൽകുന്നത്. അപ്പോൾ നമ്മൾ ലെബനന്റെ കാര്യവും ഗസയുടെ കാര്യമൊക്കെ പറഞ്ഞു ഇതൊക്കെ ബൈബിളിലുള്ള. ഇസ്രായേലിന്റെ കാര്യം എത്ര പറഞ്ഞു? ഇസ്രായേൽ അത് അപ്പോൾ ഇതെത്ര നമ്മൾ ബൈബിളിലെ കാര്യങ്ങൾ കോട്ട് ചെയ്ത് ഒരു 10-12 വീഡിയോ ചെയ്തു. അതെ, പണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പോളം ബൈബിളിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ ബൈബിള് എന്ന് പറഞ്ഞാൽ ശരിക്കും ബൈബിള് 2500 യേശുവിന്റെ പിറവിക്ക് ശേഷമല്ല, യേശു ദേവൻ ഉണ്ടാകുന്നതിന് മുമ്പും ബൈബിൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. പഴയ നിയമം എന്നൊക്കെ പറയുന്നത് യേശുവിൻ്റെ തിരുപ്പിറവിക്ക് മുമ്പേ ബൈബിളുണ്ട്. ബൈബിളിനെ യേശുവിന് ശേഷമുള്ള കൃതിയായിട്ട് നമ്മൾ കഴിഞ്ഞ ടോക്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില ആളുകൾ പറയുന്നുണ്ട്. അത് ഒരു നാക്കുപിഴയാണ്. നമുക്ക് മറ്റൊരു നാക്കുപിഴ പറ്റിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇസ്രായേലിനൊരു തിരിച്ചടി ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കും, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഒലീവ് മലമുകളിൽ യേശുദേവൻ വീണ്ടും വരും, അവൻ 1000 വർഷം ലോകം ഭരിക്കും, യേശുവിൻ്റെ രാജ്യം, യേശുവിൻ്റെ ലോകമുണ്ടാകും എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞപ്പോൾ എപ്പോഴോ 1000 എന്നുള്ളത് 100 അതൊരു നാവുപിഴയായിരുന്നു. അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാമല്ലോ 1000 എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബൈബിളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ പ്രൊമോഷനൊന്നും അല്ല സിനിമ നടത്തുന്നത്. ഇപ്പോൾ സിനിമ പറഞ്ഞ പോലെ നമ്മൾ 10-12 വീഡിയോ നമ്മൾ ചെയ്തു. നമ്മളൊക്കെ അത്യാവശ്യം വായിക്കുന്നവരാണല്ലോ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തട്ടും. ഈ മനസ്സിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം പത്മരാജൻ്റെ മറ്റേ സിനിമയുണ്ടല്ലോ, നമുക്ക് വന്നതിന് ശേഷം ബൈബിൾ വചനം ശലോമോൻ്റെ ഉത്തമ ഗീതങ്ങൾ, അതിലെ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ നടന്നൊരു കാലമുണ്ട്. ബൈബിളിനെ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത് ബൈബിൾ വചനങ്ങളല്ല. ബൈബിളിലേക്ക് ആളുകൾ ആകർഷ്ടരാകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ യേശുവിൻ്റെ ചരിത്രം ഓർക്കുമ്പോഴാണ്. ഒരു സാധാരണക്കാരനായി ജനിച്ചു അല്ലേ, വളരെ സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച് യേശു എപ്പോഴെങ്കിലും ഏതെങ്കിലും ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ സിദ്ധാർത്ഥ രാജകുമാരനാണെങ്കിലും ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടാണ് ബുദ്ധനായത്. ശ്രീരാമചന്ദ്രനെ നോക്കൂ, രാജകൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ശ്രീരാമചന്ദ്രൻ കാട്ടിലാണ് കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന എല്ലാ വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ചതിന് ശേഷം സരയൂ നദിയിലേക്ക് ഇറങ്ങി പോകേണ്ടി വന്നു. ഇപ്പോൾ ചോദിക്കാൻ വന്ന ചോദ്യം എനിക്ക് മനസ്സിലായി. സിനു എന്നോട് ഷൂട്ടിന് മുമ്പ് പറഞ്ഞില്ല, ഇതെല്ലാം പറയുന്നല്ലോ ഈ നമ്മൾ ക്രിസ്മസ് ഈവൻ ഇരിക്കുമ്പോൾ ഇപ്പോൾ യമനിൽ പോയി ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്, അതേക്കുറിച്ച് ബൈബിൾ വല്ലതും പറഞ്ഞതല്ലേ ചോദിക്കാൻ വന്നത്. അത് യമനെക്കുറിച്ച് മാത്രമല്ല, ജോർദാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ബൈബിളിൻ്റെ അല്ലെങ്കിൽ സത്യവേദ പുസ്തകമെന്ന് ക്രിസ്ത്യാനികൾ കാണുന്ന ആ മേഖലയുടെ കഥയാണ്, ചരിത്രമാണ് ബൈബിളിലുള്ള. കഥയല്ല, ചരിത്രമാണ്. അപ്പം ഇത് കഥ എന്ന് പറഞ്ഞ് വായിക്കേണ്ടതല്ല. കാരണം ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടന്ന ഭൂമികകൾ അവിടെയുണ്ട്, അതിൻ്റെ പലതിൻ്റെയും അടയാളങ്ങൾ അവിടെയുണ്ട്, യേശുദേവൻ ജനിച്ച സ്ഥലം അവിടെയുണ്ട്, അദ്ദേഹം കുരിശേറപ്പെട്ട സ്ഥലം അവിടെയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടത് നമ്മൾ അങ്ങനെ കരുതുന്നുണ്ട്, കഥ പോലെ അല്ല, ഇത് ചരിത്രമാണ്. ഭൂമിയുടെ ഒരു യാത്രയുണ്ടല്ലോ, ഭൂമി നിശ്ചേഷ്ടമായി ഇരുളടഞ്ഞു പോകുന്ന ഒരു കാലം ഉണ്ടാവും. അതിലേക്കുള്ള യാത്രക്കിടയിൽ ഭൂമി സന്ദർശിച്ച് മടങ്ങിയ ഒരുപാട് മഹാരഥികളായ മനുഷ്യരുടെയും ഈശ്വരാംശമുള്ള മഹാന്മാരുടെയൊക്കെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ ലിപികളിൽ തിളങ്ങുന്ന ഒരു അധ്യായമാണ് യേശുദേവൻ്റെ ചരിത്രം. അപ്പോൾ ബൈബിൾ ഇതുപോലെ നമ്മൾ വായിച്ചൊരു പുസ്തകമാണ്. വായിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സമകാലിക ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തോന്നി. എന്തുകൊണ്ടാണ് നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഞാൻ നോക്കുന്നു, ഇപ്പോൾ ബൈബിളിൽ ഇപ്പോൾ ജോർദാൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ടോക്ക് ചെയ്തു, ജോർദാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുന്നത്. നമ്മൾ ബൈബിൾ നോക്കാതെ സിനുവും രാമേന്ദ്രൻ സാറും കൂടെ സംസാരിച്ചല്ലേ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഞാൻ അപ്പോഴേ കൊടുത്തിട്ട് ജോർദാനെക്കുറിച്ച് വല്ലതും ബൈബിളിൽ പറയുന്നുണ്ടോ എന്ന് ഞാൻ തിരഞ്ഞു. നിങ്ങളുടെ വീഡിയോ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു, അപ്പോഴാണ് നിങ്ങളത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ കണ്ടിട്ട് ഞാൻ അത്യാവശ്യം
ബൈബിള് ആയി ബന്ധപ്പെട്ട ഒരു തെരച്ചിൽ നടത്തിയപ്പോൾ ജോർദാനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ജോർദാനെ ഏദോം, അമോൻ, രബ്ബി എന്നൊക്കെയാണ് ജോർദാനിൽ പറയുന്നത്. ആ പേരോർത്ത് വെക്കുക, ഏദോം, അമോൻ, രബ്ബി എന്നൊക്കെ പറയുന്നത് ജോർദാനെക്കുറിച്ചാണ്. പിന്നെ ഉള്ളത് തേമൻ എന്ന് പറഞ്ഞാൽ അത് യമനാണ്. തെമാനികൾ എന്നാണ് ബൈബിൾ യമനീസിനെ പറയുന്നത്. സോർ എന്ന് പറഞ്ഞാൽ ലെബനോണാണ്, ഇംഗ്ലീഷിൽ ടയർ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഈ ബൈബിളിലുള്ള പേരുകൾ. തോമൻ എന്ന് പറഞ്ഞാൽ യമനാണ്. തെമനികൾ, തോമനല്ല തേമൻ എന്ന് പറഞ്ഞാൽ യമനാണ്. തെമനികൾ എന്നാണ് യമനീസിനെ വിളിക്കുന്നത്. സോർ ലെബനോണാണ്. ജോർദാൻ എന്ന് പറഞ്ഞാൽ ഏദോമും അമോനും രബ്ബിയുമാണ്. ഇത് മനസ്സിൽ വെക്കുക. അന്നിപ്പോൾ ബൈബിളിലെ വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആമോസ് 1-ാം അധ്യായം ഇതിൽ ഇപ്പോൾ നടക്കുന്ന പല രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം പറയുന്നുണ്ട്. അവസാനം റഷ്യയായിട്ട് ഇസ്രായേലിൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. ആ യുദ്ധത്തോടു കൂടി ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാവും. ഇസ്രായേൽ ജനത വീണ്ടും ചിതറിക്കപ്പെടും. അവർ വല്ലാതെ മുറിവേക്കും. അവർക്ക് വലിയ ആപത്തുകളുണ്ടാവും. അപ്പോഴാണ് അവർ മാനസാന്തരം വന്ന് യേശുവിലേക്ക് കൈകൾ ഉയർത്തി യേശുദേവനെ വിളിക്കാൻ പോകുന്നത്. അപ്പോഴാണ് യേശുദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. യഹോവ ഇവർക്ക് വേണ്ടി യുദ്ധം നയിക്കും. കാരണം അവർ തോക്കാൻ പാടില്ല, ഒരിക്കലും തോക്കില്ല. കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. അവർക്ക് വേണ്ടി യുദ്ധം നയിക്കാൻ പോകുന്നത് സാക്ഷാൽ യഹോവയാണ്, യേശുവിൻ്റെയും ദൈവമാണ്, അല്ലേ? അതെ അതെ. എൻ്റെ പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് കഴിയുമെങ്കിൽ മാറ്റണമേ എന്ന് പറയുന്നത് ആരോടാണ്? ഈശ്വരനോടാണ്. ആ ഈശ്വരനാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം നയിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഈ ആമോസ് 1:12 പറയുന്നതാണ്. അറിയാമോ? ഞാൻ തേമാനിൽ നിന്ന് തീ അയക്കും, ബൊസ്രയിലെ അരമനകളെ ദഹിപ്പിച്ച് കളയുമെന്ന് പറയുന്നുണ്ട്. ഞാൻ തെമാനിൽ നിന്ന് തീ അയക്കും. എവിടെ നിന്ന്? തെമാൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? യമനിൽ നിന്ന് തീ അയക്കും. അയച്ചില്ലേ? ഹൂത്തികൾ തീ അയച്ചില്ലേ? അപ്പോൾ അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ? ആമോസ് 1-2 വാക്യം. എത്രയോ വർഷം മുമ്പാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് മുമ്പ് നമ്മൾ വേറൊരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടില്ല, കാണും കേട്ടോ. ഇന്നലെ ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രിസഭ ചേർന്നപ്പോൾ മൊസാദിൻ്റെ തലവൻ പറഞ്ഞു, ഈ ഹൂത്തികളുടെ പ്രശ്നം നമ്മളിങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഹൂത്തികൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുക്കുന്നത്. നമ്മൾ ഒരു പാമ്പിൻ്റെ വിഷസർപ്പത്തിൻ്റെ വാലിലാണ് അടിക്കുന്നത്. അടിക്കേണ്ട തലയ്ക്കാണ്. തല ഇരിക്കുന്ന ടെഹ്റാനിലാണ്, ഇറാനിലാണ്. അവിടെ അടിക്കണമെന്ന് മൊസാദ് ആവശ്യപ്പെട്ടിരിക്കുക ഇസ്രായേലിനോട്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മൊസാദ് വെറും ഒരാളല്ലല്ലോ. മൊസാദാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് ലോകത്തെമ്പാടുമുള്ള വിവരങ്ങൾ ഗാദർ ചെയ്യുകയും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ദൗത്യങ്ങൾ ജീവൻ പണയപ്പെടുത്തി ഏറ്റവും ആയാസകരവും അപകടകരവുമായ സാഹചര്യങ്ങളിൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഓപ്പറേഷൻസുകൾ നടത്തി ഇസ്രായേലിൻ്റെ ഖ്യാതി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരാണ്? മൊസാദാണ്. ആ മൊസാദ് പറയുകയാണ് ഇറാനെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രിസഭയ്ക്ക് അങ്ങനെയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ പേടിച്ച് വിറച്ച് ആ കുഴിക്കകത്ത് കയറി വീണ്ടും പമ്മിയിരിക്കുകയാണ്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഖമനേയി. ഞാനൊരു സാധനം ഒരു വാക്ക് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പം തേമാനിൽ നിന്ന് തീ അയക്കുമെന്ന് പറഞ്ഞു. തീ വന്നു. കുറേ കാലമൊക്കെ തീ വന്നപ്പോൾ ആ തീ മൈൻഡ് ചെയ്തില്ല. ഡിസംബർ 1-ാം തീയതിയും കഴിഞ്ഞ തിങ്കളാഴ്ചയും ബാലിസ്റ്റിക് മിസൈലിൻ്റെ രൂപത്തിൽ ഈ തീ വന്നപ്പോഴാണ് അവിടെ ഇട്ട് പോയി അടി കൊടുക്കാൻ ഡസൻ കണക്കിന് വിമാനങ്ങൾ പറന്ന് എന്ന് അവിടെ ബോംബാക്രമണം നടത്തി. അപ്പോൾ ഈ തീക്ക് ശക്തി കൂടിക്കൂടി വന്നപ്പോൾ ഇനി പണി കൊടുത്തേ പറ്റുള്ളൂ. ഇനി തീർന്നില്ല. ഇനി നമ്മൾ ഇപ്പോൾ ലോകത്ത്, ഞാൻ പറഞ്ഞില്ല, ആമോസ് 1-ാം അധ്യായത്തിലാണ് ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നത്. ആമോസ് 1:9 ഞാൻ വായിക്കാം. ഞാൻ സോറിൻ്റെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. സോർ എന്ന് പറഞ്ഞാൽ ലെബനോണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അല്ലേ? അതെ. സോറിൻ്റെ മതിലിനകത്തേക്ക് തീ പോകില്ല. ഒരു തീയല്ല, ഒരുപാട് തീ പോയി, അല്ലേ? അതെ. ലെബനോണിലെ അരമനകളെല്ലാം കത്തിപ്പോയി, അഗ്നിക്കിരയാക്കി എന്നൊക്കെ പറയാം. കത്തിപ്പോയി, ദഹിപ്പിച്ച് കളയും. പോയില്ലേ? അവസാനം ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള ഓടി നദിക്കപ്പുറത്തേക്ക് പോയി അവസാനം കീഴടങ്ങി. പൊന്നു തമ്പുരാനെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ ആയുധം വെച്ച് കീഴടങ്ങി സമാധാന കരാർ ഒപ്പിട്ട് ഇസ്രായേലിന്റെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതെ, വെടിനിർത്തൽ വേണമെന്ന് ഇസ്രായേലിന്റെ പിന്നാലെ നടക്കുകയായിരുന്നു. അപ്പോൾ ആമോസ് 1:9 ഈ യുദ്ധത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്. നമ്മൾ ഇതുവരെ പറയാത്ത വാക്യങ്ങൾ സമീപ ദിവസങ്ങളിൽ നടന്നുകൊണ്ട് പറഞ്ഞു. ലെബനോൺ പരാജയപ്പെട്ടില്ലേ? ഇനി തീർന്നില്ല. ആമോസ് 1:11 ഞാൻ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എദോമിൻ്റെ 3-4 അതിക്രമം നിമിത്തം അവൻ എൻ്റെ സഹോദരനെ വാളോടുകൂടി പിന്തുടർന്നു.
തൻ്റെ കോപം സദാകാലം കടിച്ചു കുറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയും, ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ആരോടാണ്? എദോം കാണിച്ച അതിക്രമം. എദോം ആരാന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, എദോം എന്ന് പറയുന്നത് ജോർദാനാണ്. കഥയിലേക്ക് കഥാപാത്രം ഒന്ന് വരാനുണ്ട്. ജോർദാൻ. നിങ്ങൾ കഴിഞ്ഞ ദിവസം രാമേന്ദ്രൻ സാറോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ നോക്കിയത്. ആമോസ് 1:11 ജോർദാൻ്റെ കരിമ്പോൾ അടുത്തത് ജോർദാനാണ്. ഉറപ്പാണ്, അടുത്തത് ജോർദാനാണ്. സംഭവിച്ച കഴിവ് നോക്കൂ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാനൊരു പ്രവചനം പോലെയല്ല, ഞാൻ പ്രവാചകനല്ല, ജ്യോതിഷിയല്ല. പക്ഷേ ഈ പറയുന്ന ബൈബിളിൽ നമ്മൾ ഇതുവരെ എടുത്തതെല്ലാം സത്യമായി. അങ്ങനെ ഉണ്ടെങ്കിൽ 1:11 സത്യമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. യഹോവ അരുളി ചെയ്തു എന്ന് പറഞ്ഞ് ലിഖിതപ്പെടുത്തിയിരിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അത് വരാനിരിക്കുന്നു. ആർക്ക്? ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല എന്ന്. മടക്കിക്കളയില്ല എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കില്ല. ആ ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. ആർക്ക്? ജോർദാന്. ജോർദാൻ ലോകത്തിലെ ക്രൈസ്തവർക്കും ജൂതന്മാർക്കും എത്രമാത്രം പുണ്യസ്ഥലമാണെന്ന് ആലോചിക്കണം. അതെ. ജോർദാൻ നദിയും ഒക്കെ അതൊന്നും മറക്കാൻ പറ്റില്ല. അത് നമുക്ക് ഈ പരിമിതമായ സമയത്ത് അതിൻ്റെ പുരാണങ്ങളിലേക്കൊന്നും പോകണ്ട. ഞാൻ ഒന്നുകൂടെ പറയാം. ആമോസ് 1:15 അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോവേണ്ടി വരും, അവനും അവൻ്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരാൾ പ്രവാസത്തിന് പോയില്ലേ? റഷ്യയിലേക്ക് പോയി. ആരാ പോയത്? സിറിയയിൽ നിന്ന് ഓടിപ്പോയി, അല്ലേ? അതെ, ഭാഷ പോയി. ഇനി ജോർദാനെ അവനും അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകുന്നു. ഇനി അടുത്ത ജോർദാൻ്റെ വിധിയാണ്. അതും നമ്മളൊന്ന് കണ്ടു, സിറിയയെ കണ്ടു, ഇനി ജോർദാൻ കാണാണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ലോകത്തിലുള്ള പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് രാമേന്ദ്ര സാറും സിനുവും കൂടെ ജോർദാനുമായിട്ട് ഇസ്രയേലിൽ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വീഡിയോ 4-5 ദിവസം മുമ്പ് ചെയ്തല്ലേ. ഞാനിവിടെ ഇല്ല, ഞാൻ തമിഴ്നാട്ടിലായതുകൊണ്ട് അവിടെ നിന്നാണ് കണ്ടത്. അപ്പം തന്നെ ഞാൻ നോക്കിയിട്ട് ഞാൻ തീരുമാനിച്ചു ജോർദാൻ്റെ കഥ എന്തുണ്ട്. അപ്പോൾ ജോർദാൻ ഒരു പ്രവചന രൂപത്തിൽ കിടക്കുകയാണ്. ബാക്കിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ജോർദാനുമായിട്ടുള്ള ഈ ഒരു യുദ്ധം, ഇനി വലിയ യുദ്ധം വരാൻ പോകുന്നത് റഷ്യയുമായിട്ടാണ്. അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇറാനുമായിട്ട് യുദ്ധം പറയുന്നുണ്ട്. ഇറാനും റഷ്യയും കൂടെ സഖ്യത്തിലാവും എന്നൊക്കെ പറയും. ഇപ്പം തന്നെ ഇറാൻ റഷ്യ സഖ്യമുണ്ട്, അല്ലേ? അപ്പോൾ ഇറാനെ ആക്രമിക്കണമെന്ന് മൊസാദ് ഇപ്പോൾ സുരക്ഷാ മന്ത്രിസഭയിൽ ആവശ്യപ്പെടുന്നു. റഷ്യക്ക് വരാനൊരു വഴിയായിരിക്കും, ഇടപെടാനല്ലേ? ഒരു വഴിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ബൈബിൾ നടത്തി പറയുന്നത് പോലൊക്കെ ഇങ്ങനെ ഇറ്റ്സ് എ ഡിസൈൻ, ദൈവത്തിൻ്റെ ഒരു ഡിസൈനാണ്. അതങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസിയാവട്ടെ, നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല, എല്ലാം അവൻ്റെ ഇച്ഛയാണ്, അല്ലേ? അതെ. നമ്മളൊരു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു തിരക്കഥയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ്. നമ്മൾ വേഷം മാറും, നമ്മൾ കരയും, ചിരിക്കും, അട്ടഹസിക്കും, ആഹ്ലാദിക്കും, ചിലപ്പോൾ വിരക്തിയോടെ പിന്തിരിഞ്ഞു പോവും, അല്ലെങ്കിൽ ഭൂമി വിട്ടു പോവും. നമ്മുടെ ഇവിടുത്തെ ഓഷോയുടെ ശവകുടീരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ അദ്ദേഹം ഭൂമി സന്ദർശിച്ചു മടങ്ങി എന്നാണ്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഭൂമി സന്ദർശിച്ച് മടങ്ങുന്നതിനിടയ്ക്ക് നമുക്ക് ഇത്തരം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്, പ്രവചന സ്വഭാവത്തോടെ എഴുതി വച്ചിരിക്കുന്നതൊക്കെ കൺമുന്നിൽ കാണുമ്പോൾ വലിയ ആഹ്ലാദമാണ്, രോമാഞ്ചം ഉണ്ടാകും. എത്രയോ കാലം മുമ്പേ ഇതൊക്കെ നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജോർദാനെക്കുറിച്ച് ആമോസ് 1:11 1:15 ഒക്കെ പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും. ഏതായാലും തിരുപ്പിറവിയുടെ തലേന്ന് നമുക്ക് ലോക രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെ ഉള്ള ബൈബിൾ വചനങ്ങളുടെ ഒന്ന് ചെറുതായിട്ട് സഞ്ചരിക്കാൻ, ഒരുപാട് സമയം നമ്മൾ എടുത്തില്ല, സഞ്ചരിക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷകരമാണ്. ലോകത്ത് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. യേശുദേവൻ്റെ തിരുപ്പിറവി ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട ABC-യുടെ പ്രേക്ഷകർക്കും സിനുവിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.